ഞാൻ ഇപ്പോൾ ഏകദേശം ദുബായിൽ വന്നിട്ട് 1986 വന്നത്. 86 വന്ന ടൈം വല്ലാത്തൊരു ടൈമായിരുന്നു. പക്ഷേ ഇവിടെ ഞാനത് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വരുന്ന ആളുകൾക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങണം, ഇപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, ഞാൻ യുണീക്ക് വേൾഡിൽ വന്നു, എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. സ്വാഭാവികം ഇവിടെ വരുന്ന കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ മാത്രമായിരിക്കുമല്ലോ അവരുടെ കയ്യിലുണ്ടാവുക. പിന്നെ അവിടുന്ന് യുണീക്ക് വേൾഡ് അയാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വന്നിട്ട് ഇവിടെ ആദ്യമായിട്ട് എടുക്കുന്ന ജോലി എന്തായിരുന്നു? ആദ്യമായിട്ട് നമ്മൾ വന്നപാട് ഉപ്പ കൊണ്ടുപോയിട്ട് ഉപ്പവിടേണ്ട സാധനത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അജ്മാലിലൊരു റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ആദ്യം ആക്കിയത്. അജ്മാലിലായിരുന്നു. ബിസിനസ് സെൻറ്ററിൽ യുഎയിൽ ഏറ്റവും വലിയ ബിസിനസ് സെൻ്ററാണ്. ഇതിൻ്റെ അത്രയും വലിയ ബിസിനസ് സെൻറ്റർ ഇവിടെ ആർക്കും ഈ ബിസിനസ് ഫീൽഡിൽ ബിസിനസ് സെൻറ്റർ നടത്തുന്ന ആർക്കും ഇല്ല, അവകാശപ്പെടാനില്ല. കാരണം ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചിന്തിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാം. ഐഡിയകളായിട്ട് ദുബായിക്ക് കയറുക, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ബിസിനസ്മാൻ ആവുക എന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു ഇതാണ്, ഒരു തീരുമാനമാണ്. സ്വാഗതം സുപ്രഭാതത്തിലേക്ക്. 35 വർഷത്തിലേറെ അല്ലേ ഇവിടെ? 35 വർഷം. ഞാൻ ഇപ്പോൾ ഏകദേശം ദുബായിൽ വന്നിട്ട് 1986 വന്നത്. 86 വന്ന ടൈം വല്ലാത്തൊരു ടൈമായിരുന്നു. വന്ന് നമ്മളിവിടെ ദുബായിൽ ഫസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് നാട്ടിൽ തന്നെ പോകണം എന്നുള്ളൊരു, കാരണം ഭയങ്കരമായ ചൂടായിരുന്നു. ചൂട് നമുക്ക് നാട്ടിൽ നിന്ന് വന്ന് പെട്ടെന്ന് നമുക്ക് ആ ചൂട് അഫക്ട് ചെയ്തപ്പോൾ തന്നെ തിരിച്ച് നാട്ടിൽ തന്നെ പോയാലെന്നാണ് എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ താമസ സൗകര്യങ്ങളൊക്കെ വളരെ ഇന്നത്തെ പോലെയല്ല. അന്ന് വളരെ നമുക്ക് ഇപ്പോഴത്തെ മക്കളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ്, AC സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റൊന്ന് ഞാനൊക്കെ വന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടത്ത് കിടക്കുക എന്നുള്ളതാണ്. ഒന്നും ഇല്ലാത്തൊരു ടൈമില് അത് നമ്മൾ ഉപ്പാൻ്റെ അനിയൻ എളാപ്പ കൊണ്ടുപോയിട്ട് ഒരു AC ഇല്ലാത്ത റൂമിലാണ് നമ്മൾ കൊണ്ടുപോയി എടുത്തത്. അപ്പൊ അങ്ങനെ കുറച്ചു കാലൊക്കെ താമസിച്ച് നമ്മൾ ദുബായില് ചൂടാന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പക്ഷെ അപ്പോഴാണ് അത് കണ്ടത്, ശരിക്കുള്ള ചൂട് അനുഭവിക്കാൻ നമുക്ക് പറ്റിയത് അപ്പോഴാണ്. ആദ്യമായിട്ട് നമ്മള് വന്നപാട് ഉപ്പ കൊണ്ടുപോയിട്ട് ഉപ്പവിടേണ്ട സാധനത്ത് കൊണ്ടുപോയിട്ട് നമ്മള് അജ്മാലിലൊരു റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ആദ്യം ആക്കിയത്. അജ്മാലിലായിരുന്നു. അജ്മാലിൽ അങ്ങനെ കൊണ്ടുപോയി റെസ്റ്റോറൻറ്റിൽ 1.5 വർഷം റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നിന്നു. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു തുടക്കം കുറിക്കുകയാണ്, റെസ്റ്റോറൻറ്റ് നടത്താടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡ് പഠിച്ചെങ്കിലും കൂടിയിട്ട് നടത്താടുത്ത് സ്വന്തമായിട്ട് നടത്താടുത്ത് നമ്മള് എവിടെ തുടങ്ങി എന്നുള്ളതൊന്നും അല്ല, എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇനി എങ്ങോട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇത് ശരിക്കും ആളുകൾ എന്തെങ്കിലും എനിക്ക് ഈ ജോലിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട അല്ല, അങ്ങനെയുള്ളവർക്കും കൂടി ഒരു പ്രചോദനമായ വാക്കാണ്. നമുക്ക് അന്നും ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റോറൻറ്റ് നമ്മൾ നടത്താടുത്തതും പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊരു 1.5 വർഷം നടത്തി. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കാലങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഓരോ സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, അജ്മാലിൽ തന്നെ ഒരു കഫ്റ്റേരിയ തുടങ്ങി വെച്ച് പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മളെ വളർച്ച അങ്ങനെ മെല്ലെ മെല്ലെ വന്ന് അതിനിടയിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ ആലോചിച്ച് ഇനിയിപ്പോൾ ലൈസൻസ് കിട്ടിയപ്പോൾ ഇവിടെ എല്ലാവരും വണ്ടി ഓടിക്കുന്നുണ്ട്. കഫ്റ്റേരിയ ഒഴിവാക്കി അറബി വീട്ടിൽ ജോലിക്ക് പോയി, അബുദാബിയിൽ കുറച്ച് കാലം.
എല്ലാ വണ്ടി ഓടിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ആ സമയത്ത് അങ്ങനെയാണല്ലോ, വലിയ വലിയ വണ്ടി കാണുമ്പോ നമ്മുടെ നാട്ടിൽ കാണാത്ത വണ്ടികളെ കാണുമ്പോ നമുക്കൊന്ന് ഓടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള അങ്ങനെ അതൊക്കെ പോയി 2 വർഷം അബുദാബിയിൽ വർക്ക് ചെയ്തു. അബുദാബി അല്ലെങ്കിൽ ആ ഭാഗത്ത് മുസഫ ഭാഗത്ത് കൂടെ ആയിട്ട് അറിവിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഷാർജയിൽ തന്നെ വന്ന്, ഷാർജയിൽ വന്നിട്ട് പിന്നെ നമ്മൾ ഒരു 1-2 റെസ്റ്റോറൻറ്റുകൾ തന്നെ തുടങ്ങി. ഷാർജയിൽ വലിയ 2 റെസ്റ്റോറൻറ്റുകൾ തന്നെ, ചിലാൽ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് എന്നുണ്ട്, വലിയൊരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റ്, ഒരു 3 റെസ്റ്റോറൻറ്റ് ഷാർജയിൽ തുടങ്ങി. അതുകൊണ്ട് ഇങ്ങനെ ഒരു പൂക്ക് പൂവായിരിക്കുന്നു. ഈ 86 ഇവിടെ വന്നിട്ട് ആദ്യം ഹോട്ടൽ ജോലി ചെയ്യുന്ന സമയം ഉണ്ടല്ലോ, അപ്പോൾ അന്ന് കിട്ടിയ ഫസ്റ്റ് സാലറി എത്ര? അന്ന് സാലറി കിട്ടാന്ന് പറഞ്ഞാൽ അന്ന് ഒരു സാലറി എന്നല്ല, ഡെയിലി നമുക്കൊക്കെ അന്ന് ഡെയിലി പൈസ തരികയാണ്. മുതലാളിമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി പൈസ തരാം. 15 ദിറംസോ 10 ദിറംസോ അങ്ങനെ എന്തോ ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്, സാലറി കിട്ടുന്നത്. ഡെയിലി പൈസ. രാത്രി നമ്മൾ 12 മണിക്കൂർ ഡ്യൂട്ടിയാണെന്ന്. അപ്പോൾ നമുക്ക് അവിടെ പണിക്ക് വെക്കുമ്പോൾ നമ്മളെ മുതലാളി നമ്മളോട് പറഞ്ഞ്, നിന്റെ ഡ്യൂട്ടി 12 മണിക്കൂറാണ്, പക്ഷെ നീ വരണം 11 മണിക്ക് വരും വേണം, 1 മണിക്ക് പോകാൻ പാടുള്ളൂ, ഹോട്ടലിൽ പൂട്ടിയിട്ട് പോകാൻ പാടുള്ളൂ. 12 മണിക്കൂറുള്ളൂ, പക്ഷെ 16 മണിക്കൂറാണ് ഡ്യൂട്ടി. പക്ഷെ അതൊക്കെ നമുക്ക് അന്ന് നമ്മളതൊരു പ്രശ്നമുള്ള കേസല്ല, നമ്മളത് തയ്യാറാണ്. അങ്ങനെ അന്ന് ഡെയിലി പൈസ തരും. അത് നമ്മളിങ്ങനെ ഒരു കുട്ടി വെച്ച് നാട്ടിലേക്ക് അന്ന് അയക്കാൻ 900 ദിറംസ് വേണം നാട്ടിൽ 1000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഞാൻ വന്ന കാലത്ത് 900 ദിറംസ് ഉണ്ടെങ്കിൽ നാട്ടിൽ 1000 രൂപ ആകുള്ളൂ. കുറെ കാര്യം നടക്കും. അന്നത്തെ കാലത്ത് തന്നെ നമ്മൾ 1000 രൂപ നാട്ടിൽ അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു 1000 കിട്ടുന്ന ഇന്നത്തെ ഒരു 1 ലക്ഷം കിട്ടുന്ന മാതിരിയാണ്. കാരണം അന്ന് നമുക്ക് 900 അയക്കണമെങ്കിൽ 4 മാസം ഇവിടെ പണിയെടുക്കണം, എന്നാലാണ് 1000 അയക്കാൻ പറ്റുക. അപ്പൊ ആ രീതിയിൽ അങ്ങനെ കഴിഞ്ഞു കൂടി പോയിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഒരു മാറ്റങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വരുത്തിണ്ടാക്കി. യുണീക്ക് വേൾഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഈ ബിസിനസ് സെന്റർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഇപ്പം നമ്മൾ വന്നിട്ടൊരു 10-18 വർഷം ആയിട്ടുള്ളൂ. കാരണം ഞാൻ അത് കഴിഞ്ഞ് അബുദാബിയിൽ നിന്ന് വന്ന് ദുബായിൽ വന്ന് ഷാർജയിൽ കുറച്ച് കാലം ടാക്സി ഓടേണ്ട സമയം ഉണ്ടായിരുന്നു. കുറച്ച് കാലം 2 വർഷം ടാക്സി ഓടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ വലിയ ബോട്ടിൽ അൾട്രാവി വെള്ള കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വലിയ ബോട്ടിൽ വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കമ്പനി ഞാൻ 2-3 പാർട്ട്ണർഷിപ്പിലായിട്ട് അങ്ങനെ തുടങ്ങി. ഇവിടെ അൽക്കൂസിലാണ് തുടങ്ങിയത്. അതിന്ന് പരാജയപ്പെട്ടു. അത് നമ്മൾ പിന്നെ കുറച്ച് കാലം നടത്തിയിട്ട് ഒഴിവാക്കേണ്ടി വന്നു. നമുക്ക് ഫൈനാൻസിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷാർജയിൽ എമിറേഷൻ്റെ അടുത്തൊരു ടൈപ്പിംഗ് സെന്റർ ഞങ്ങൾ 2-3 ആൾ കൂടി തുടങ്ങുകയാണ് ചെയ്തത്. ഇതിലേക്ക് വരാനുള്ള കാരണം ആ ടൈപ്പിംഗ് സെന്ററാണ്. അത് ഞങ്ങൾ തുടങ്ങിയിട്ടാണ്, അവിടുന്നാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം. അതവിടെ തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് 4-5 വർഷം അതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ടൈപ്പിംഗ് സെന്റർ, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ അതിനായിട്ടുള്ള എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിൻ്റെ വിസ എടുക്കൽ, എല്ലാ ഇമിഗ്രേഷനിലെ പറ്റും എല്ലാ വർക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുബായിൽ വന്നിട്ട് സ്ഥാപനം തുടങ്ങുന്നത്. ശരിക്കും നിങ്ങളുടെ ഇന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആദ്യം ഹോട്ടലിൽ വന്നപ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ പഠിച്ചു. അതാണ് ആ ഹോട്ടലിൽ പിന്നീട് അത് തന്നെ. അതുപോലെ തന്നെ ചെറിയ ഇത് തുടങ്ങിയിട്ട് ഇതിന് മുഴുവൻ സാധ്യതകൾ ശരിക്കും അതൊരു പാഠം കൂടിയാണ്. കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു, അതിന്റെ സാഹചര്യങ്ങൾ എന്താണ്, എല്ലാ സാധ്യതകളും അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതുപോലൊരു വലിയ ബിസിനസ്സിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു കാര്യം. യുണീക്ക് വേൾഡ് ശരിക്കും എന്താണ് യുണീക്ക് വേൾഡിലൂടെ കൊടുക്കുന്ന സർവീസ്? ഞങ്ങളിതിൽ വന്ന് 18 വർഷമെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ ദുബായിൽ വന്ന് കിസൈസിലാണ് നമ്മളെ മെയിൻ ഹെഡ് ഓഫീസ് ഉള്ളത്. ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഹിലാൽ ബാങ്ക്, തവാ സെൻ്ററിൻ്റെ അടുത്ത് ഹിലാൽ ബാങ്കിലാണ് ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങി ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ബ്രാഞ്ചസ് അവിടെ തന്നെ 2-3 ബ്രാഞ്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഞങ്ങളുടെ 5ാമത്തെ ബ്രാഞ്ചാണ്, 4ാമത്തെ ബ്രാഞ്ചാണ് ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ തുടങ്ങിയത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് യൂണിക് വേൾഡ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. മുകളിലും താഴെ കൂടെ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ്, അതുപോലെ 300 പാർക്കിങ്, അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ട് യുഎയിലെ ലാർജസ്റ്റ് ബിസിനസ് സെന്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് സെന്ററിൽ യുഎയിലെ ഏറ്റവും വലിയ ബിസിനസ് സെന്ററാണിത്. ഇതിൻ്റെ അത്രയും വലിയ ബിസിനസ് സെന്റർ ഇവിടെ ആർക്കും, ഈ ബിസിനസ് ഫീൽഡിൽ ബിസിനസ് സെന്റർ നടത്തുന്ന ആർക്കും ഇല്ല, അവകാശപ്പെടാനില്ല. കാരണം ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. കാര്യം ഇവിടെ 900ഓളം ഓഫീസ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ ശരിക്കും ഇതൊരു ബിസിനസ് സെന്റർ, അതൊരു ബിസിനസ് മാളാണ് അല്ലേ? കാരണം വിവിധങ്ങളായ യുണീക്കിന്റെ അണ്ടറിൽ നടക്കുന്ന ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു മാളാണ് ശരിക്കും, ഇതൊരു വലിയ മാളാണ്. ഈ മാള് ഞാൻ എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ബിസിനസ് സെന്റർ ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് 18 കോറിഡോറാണ് ഇതിന്റെ മുകളിൽ. 18 കോറിഡോറിൽ കൂടെ നമുക്ക് ഏകദേശം
ഒരു 700 ഓഫീസുകളുണ്ട് മുകളിൽ, ബാക്കിയുള്ള ഓഫീസുകൾ താഴത്ത്. 900 ഓഫീസുകൾ, 900 പല ഓഫീസുകളുണ്ട്. ഇവിടെ തന്നെ വളരെയധികം വളരെ ഭംഗിയായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, നല്ല വളരെ വൃത്തിയുള്ള സൗകര്യങ്ങൾ ഒരു ബിസിനസ് സെറ്റൊക്കെ വരുമ്പോൾ, കാരണം എല്ലാതരം ബിസിനസ് ഓഫീസുകൾ ഉള്ളത് കൊണ്ടും ഏത് സർവീസിന് വേണമെങ്കിലുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങണം, ഇപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, ഞാൻ യുണീക്ക് വേൾഡിൽ വന്നു, എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. സ്വാഭാവികം ഇവിടെ വരുന്ന കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ മാത്രമായിരിക്കുമല്ലോ അവരുടെ കയ്യിലുണ്ടാവുക. പിന്നെ അവിടുന്ന് യുണീക്ക് വേൾഡ് അയാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇവിടെ വരുന്ന ആളുകൾ ഞങ്ങളിത് പൈസ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ല. ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്നോട് കുറേ ആളുകൾ പറഞ്ഞ് ഇവിടെ തുടങ്ങണ്ട, പരാജയപ്പെടുമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഞാൻ ഇതെന്ന് വെച്ചാൽ ഇതിവിടെ വന്ന് ഈ സ്ഥാപനം ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഭയപ്പെട്ടു. കാരണം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ തന്നെ ആ തലക്കുന്ന ഈ തലകൾ നോക്കിയാൽ കാണാത്ത ഒരു ഏരിയയാണിത്. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോകും. അങ്ങനെ ഒരു 10-25 പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ സ്ഥാപനം എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വരുന്ന ആളുകൾക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു സെറ്റപ്പ് നോക്കണ്ട, ഇത് ഞാൻ തുടങ്ങിയ സമയത്ത് ആര് വന്നാലും അവർക്ക് വളരെ കുറഞ്ഞ പ്രൈസിൽ ഞാൻ ഓഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് അവരെ സഹായിക്കുക എന്നുള്ള കൂടെ ഒരു മനസ്സിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. കാരണം ഇവിടെ ഒരു പുതിയ ആൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷൻ കംപ്ലീറ്റ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അവന് കൂളാക്കി നമ്മൾ വളരെയധികം പൈസ വളരെ കുറവാണെങ്കിലും 6 ചെക്ക് 8 ചെക്ക് അല്ലെങ്കിൽ ഈ ഒരു പണി പിന്നെ നമുക്ക് മാസം പേയ്മെൻറ്റ് തന്നാൽ മതി, എന്നാലെങ്കിലും നിങ്ങളെ ബിസിനസ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവർക്ക് അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് കമ്പനികളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ബിസിനസ് ഐഡിയ വരുന്നവർക്ക് അതിൻ്റെ പേപ്പർ വർക്ക്സ് ഒരു സൈഡിൽ കൃത്യമായി നടക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത് പറഞ്ഞാൽ വലിയ ഓഫീസ് വേണ്ടവർക്ക് വലിയ ഓഫീസ്, ചെറിയ ഓഫീസ് വേണ്ടവർക്ക് ചെറിയ ഓഫീസ്. അതായത് 40,000, 35,000, 30,000, 15,000, 10,000 രൂപയ്ക്ക് ദിർഹംസിന് വരെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. 10,000 ദിർഹംസിന് വരെ നമ്മളൊരു ഓഫീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ലൈസൻസ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും, സ്പോൺസർ വേണമെങ്കിൽ സ്പോൺസർ, അവർക്ക് വേണ്ട വിസ, ഫാമിലി വിസ, അതുപോലെ അതിനോട് ബന്ധപ്പെട്ട എല്ലാ ലേബർ കാർഡ്, ഇമിഗ്രേഷൻ കാർഡ്, എല്ലാ കാര്യങ്ങളും, അവർക്ക് വേണ്ട സ്റ്റാഫിന് വേണ്ട വിസകൾ, എല്ലാ ഏറ്റവും സെറ്റ് സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എല്ലാ സർവീസും നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യന്മാരുടെ സ്വപ്നത്തെയാണ് സാക്ഷാത്കാരത്തിൽ അതിനാണ് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അത് പിന്നെ അവർക്ക് വേണമെങ്കിൽ കൂടുതൽ വലിയ സൗകര്യങ്ങൾ പിന്നീട് വലുത് അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു ചെറിയ ഓഫീസ് എടുക്കാം, എടുത്ത് നിങ്ങളുടെ ബിസിനസ് ഒക്കെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും സെക്രട്ടറി റോട്ടിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് ബേയിലേക്കോ വലിയ സ്ഥാപനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ വലിയൊരു എക്സ്പെൻസിലേക്ക് പോകരുത്. തുടക്കത്തിൽ നിങ്ങൾ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുക, അത് നിങ്ങൾ വിജയിക്കണം. നമ്മളെല്ലാവരും ഇവിടെ വന്നത് ഒരു വിജയം കണ്ടെത്തിയിട്ടാണല്ലോ. അപ്പോൾ അത് വിജയിച്ചതിന് ശേഷം നിങ്ങൾ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങുക. ഇതാണ് നമ്മൾ എല്ലാവർക്കും ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റ് നല്ല ഒരു അഡ്വൈസ്. കാരണം ഇവിടെ പലപ്പോഴും പല ആളുകളും ഇരിക്കുന്നതിന് മുമ്പ് കാല് കിട്ടുന്ന പറഞ്ഞാൽ ചില ആളുകൾ അറിയാത്ത ആളുകൾ വരും. ഇവിടെ അറിയാത്ത ആളുകൾ കുറേ പൈസ കൊണ്ട് വന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് വലിയൊരു ഓഫീസ് അങ്ങ് എടുക്കും, കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അവർക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇത്തോളത്തോളം പൈസ എല്ലാം പോയി പോകും. അപ്പോൾ അതിൽ നല്ലത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ബിസിനസ് സെൻറ്റർ നോക്കുക. അവർക്ക് ബിസിനസ് സെൻറ്റർ വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങൾക്കും ഉണ്ട്. ചെറിയ പൈസ കൊണ്ട് അവർ കാര്യങ്ങൾ നടക്കും. പിന്നെ അവർക്ക് വലുതായതിനനുസരിച്ച് വലിയ സംഭവത്തിലേക്ക് പോകാൻ കഴിയും. സ്റ്റാൻഡ് ആയതിനു ശേഷം മാത്രമാണല്ലോ അത്തരത്തിലേക്ക് പോകും. ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടന്നു നോക്കിയായിരുന്നു. ഇപ്പോൾ വിവിധങ്ങളായ ഓഫീസ്, റോബോട്ടിക്സ് മുതലൊക്കെയുള്ള ഏറ്റവും ന്യൂജനായിട്ടുള്ള ഓഫീസ് മുതലുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ യുണീക്ക് വേൾഡിൻ്റെ ഡെസ്കുകളുണ്ട്, വിവിധ സ്ഥാപനങ്ങളുണ്ട്. യുണീക്ക് വേൾഡ് ശരിക്കും ഈ ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ, അതായത് ഈ ബിസിനസ് സെൻറ്റർ അല്ലാണ്ട് ഞങ്ങൾ ചെയ്യുന്നത് റോബോട്ടിക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ നമ്മൾ PC തോമസ് സാറ് എഡ്യൂക്കേഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി. അത് ഞങ്ങൾ അബുദാബിയിൽ 2 ബ്രാഞ്ച്, ഇവിടെ 2 ബ്രാഞ്ചായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റോബോട്ടിക് എല്ലായിടത്തും ഇപ്പോൾ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടമാണ്. അത് ഞങ്ങൾ ഇതിപ്പോൾ പിന്നെ എങ്ങനെ ചെയ്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്കൂളുകളിലും അതുപോലെ പല സ്ഥലത്തുമായിട്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അതിനുള്ള ഒരു മാനേജ്മെന്റ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ചെയ്യുന്നത് എൻ്റെതാണെങ്കിലും കൂടിയിട്ട് എല്ലാത്തിനും ഒരു മാനേജ്മെന്റ് ഉണ്ട്. എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ രീതിയിലാണ് അതൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ. ഞാനിങ്ങനെ ഇടയ്ക്ക് സ്റ്റോറി വായിച്ച സമയത്ത് അല്ലെങ്കിൽ അറിയുന്ന ഇങ്ങനെ നമ്മൾ അറിയാലോ, അപ്പോൾ ആ സമയത്ത് ഇടക്കാലത്ത്
ഇതൊക്കെ നിർത്തിയിട്ട് ഒന്ന് നാട്ടിലേക്ക് ഒരു ഓട്ടോ കൂടി അല്ല അത് എന്താന്ന് വെച്ചാല് ഞാന് ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തിരുന്നു. അപ്പോ കുറച്ച് സുഖമില്ലാണ്ടായപ്പോ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, ഇവിടെ നിർത്താം, മതി, അത്യാവശ്യം ജീവിക്കാനുള്ള, പിന്നെ 3 ആൺകുട്ടികളാണ്, അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്, ഇനി അവർക്ക് ഇങ്ങനെ പോട്ടെ, അവർക്ക് പറ്റുന്നവർ ചെയ്യട്ടെ എന്നൊക്കെ ആലോചിച്ചതായിരുന്നു. പിന്നെ നാട്ടിൽ ചെന്നപ്പോ അറിയാലോ, നാട്ടിലത്തെ നമുക്ക് ഇവിടെ ദുബായിൽ നിന്ന ആളുകൾക്ക് നാട്ടിൽ നിൽക്കാൻ പെട്ടെന്ന് കഴിയില്ല. അപ്പൊ പിന്നെ അസുഖമൊക്കെ മാറി ഇപ്പൊ 2 വർഷം നാട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ടാണ് പല സംഭവങ്ങളും പിന്നെ നമ്മൾ തുടങ്ങിയത്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറഞ്ഞില്ലേ 5-6 ബ്രാഞ്ച്, ഇപ്പൊ ഇതിനോട് സംബന്ധമായിട്ടുള്ള 5-6 ബ്രാഞ്ച് വന്ന്, അതുപോലെ ഇനിയും ഇപ്പൊ അടുത്ത കുറെ ബ്രാഞ്ചുകൾ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അതിനിടക്ക് കേട്ടു നിങ്ങളുടെ ഒരു പുതിയ സംരംഭം എന്നുള്ള നിലക്ക് ഒരു മാള് വരാൻ പോകുന്നു. ഞങ്ങളിപ്പോ ഒരു 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വലിയൊരു മാള് ഇവിടെ ബ്രിഡ്ജ്മാൻ തൊട്ടടുത്ത് തന്നെ വലിയൊരു മാള് വരുന്നുണ്ട്. 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ്. അതിന്റെ അടിയിൽ ഫുള്ള് ജ്വല്ലറിയാണ്, കംപ്ലീറ്റ് ജ്വല്ലറിയാണ് വരുന്നത് അടിയിൽ ഫുള്ളായിട്ട്. മുകളിൽ ബ്രാൻഡഡ് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ വരുന്നുണ്ട്. അത് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ്, വലിയ ഒരു സംഭവമാണ്. അതിന്റെ ഏകദേശം ജനുവരിയിൽ കംപ്ലീറ്റ് ഓപ്പൺ ആവും. ജനുവരിയിൽ അതിന്റെ ഓപ്പണിംഗ് വർക്ക് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ജനുവരിയിൽ ഇൻഷാ അല്ലാഹ് വർഷം കൊണ്ട് അതിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും. വലിയൊരു സംഭവമായിട്ടാണ്. യൂണിക് വേൾഡിന്റെ പേര് തന്നെയാണ് UW എന്നാണ് അതിന്റെ പേര്. UW മാൾ എന്നാണ് ഈ പേര്. അത് വലിയൊരു പ്രൊജക്റ്റാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങളൊക്കെ അറിയിക്കേണ്ടതാണ്. ജനുവരി. അതുപോലെ ഇനി ഇപ്പോൾ വിവിധ മേഖലകളിലേക്ക് ശരിക്കും നേരത്തെ പറഞ്ഞത് യൂണിക് വേൾഡിന്റെ ഒരു ബിസിനസ് സെന്റർ ആണെങ്കിൽ അവിടുന്ന് മാറി എഡ്യൂക്കേഷനിലേക്ക് വരുന്നു. അതുപോലെ ഇപ്പോൾ മാൾ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് വരുന്നു. ഇനി എങ്ങനെയാണ്? ഇനി ഞങ്ങൾ ഒരുപാട് വീക്ഷണങ്ങളുണ്ട്. ഞങ്ങളെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളുടെ മക്കൾ മാത്രമല്ല, കൂടെ ഒരുപാട് സ്റ്റാഫുകളും ഒരുപാട് നല്ല നല്ല സ്റ്റാഫുണ്ട്. അതുപോലെ ഒരുപാട് നമ്മളെ വേണ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ നിന്ന് ചെയ്തു തരാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇതുപോലത്തെ ബിസിനസ് സെൻ്ററുകൾ ഒരു 2-3 കൂടെ തുടങ്ങണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ. ഇതേ ബ്രാഞ്ചുകൾ തന്നെ. അപ്പോൾ അതിൻ്റെ 2 ബ്രാഞ്ച് ഇപ്പോൾ ഞങ്ങൾ ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. 2 ബ്രാഞ്ച് സ്ഥലം എടുത്തു കഴിഞ്ഞു. 4 മാസം 5 മാസത്തിനുള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ വർക്ക് തീരുമാനിക്കാം. അപ്പോൾ ആ 2 ബജറ്റ് ഇപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടാവും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ പഴക്കുന്ന സ്റ്റാഫുകളൊക്കെ 10 വർഷമായ സ്റ്റാഫുകളുണ്ട്. 10 വർഷമായ ലേഡികളായിട്ട് ഒരുപാട് സ്റ്റാഫുകൾ 10-12 വർഷമായ ആളുകളുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ ഫാമിലി ഉണ്ട് ഇതിന്റെ കൂടെ എല്ലായിടത്തും അല്ലേ? വലിയൊരു സിസ്റ്റം തന്നെ ആയിട്ട് ഫാമിലി ഉണ്ട്. നമ്മളെ മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും മക്കള്, സഹോദരങ്ങള്, ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ ഫുള്ള് ജ്യേഷ്ഠനാണ് കൈകാര്യം ചെയ്യുന്നത്. മുഹമ്മദ് അലി എന്ന് പറയും. പിന്നെ മൂപ്പരുടെ മോനുണ്ട്. പിന്നെ എൻ്റെ 3 മക്കളുണ്ട് സജീവമായിട്ട്. ഷൊയ്ബാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മൂത്ത മോനാണ് ഇതിന്റെ A to Z കാര്യങ്ങൾ ഏറ്റെടുത്തത്. ജനറൽ മാനേജർ ഓനാണ്. പിന്നെ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞിട്ട് മൊത്തം കാര്യങ്ങൾ ആള് വേറെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കിസേസിൽ ഇരിക്കുന്ന അനിയനാണ്, നേരെ അനിയനാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ടും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്നുള്ള നിലക്ക് ചോദിക്കാം, എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സക്സസ്? 2-3 കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ എടുത്തു പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല നെയ്യത്തായിരിക്കണം. നമ്മളുടെ നെയ്യത്ത് ഹാക്കിമത്ത് നന്നാവും എന്നൊക്കെ പറയും. നമ്മൾ നെയ്യത്ത് നന്നായി കഴിഞ്ഞാൽ നമ്മളും അതേപോലെ തന്നെ വളരാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു നാടാണ് ദുബായ്. ഏത് ബിസിനസ് ചെയ്യാനും നമ്മുടെ നാട്ടിലെക്കാട്ടിലേക്കും നമുക്ക് വിശാലതയും സൗകര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന ഒരു നാടാണ് ദുബായ്. അപ്പോൾ ദുബായിന് നമുക്ക് എപ്പോഴും കൂട്ടുപിടിക്കാൻ പറ്റുന്ന, ബിസിനസ്സിന് വേണ്ടി കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരു നാടാണ് ദുബായ്. ഞാൻ ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ 35 വർഷത്തിൻ്റെ ഉള്ളിൽ ബിസിനസ്സിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അതൊക്കെ കവർ ചെയ്ത് വരാൻ നമുക്ക് കഴിഞ്ഞ ഒരു മുന്നോട്ടുള്ള വീക്ഷണം തന്നിട്ടുള്ള ഒരു നാട് കൂടിയാണ് ദുബായ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഏറ്റവും ജനങ്ങൾക്ക് വന്ന് ബിസിനസ് ചെയ്യാൻ പറ്റിയ നാട് ദുബായ് തന്നെ എന്ന് പറയും. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ സൗദിയിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈത്തിലൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിസിനസ് ചെയ്യാൻ ഇത്രമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന നാട് ദുബായിനെ മാറ്റിവെക്കാൻ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ബിസിനസ്മാൻ ആവുക എന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു തീരുമാനമാണ്. പിന്നെ നമുക്ക് അതിനുള്ള ധൈര്യം വേണം. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ആ തീരുമാനങ്ങളാണ് നമ്മളുടെ തീരുമാനങ്ങളാണ്. നമ്മൾ നല്ല മനസ്സോടുക്കനെ
എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ സമയത്തോളം അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് വിജയിക്കാനൊക്കെ പറ്റുന്ന ഒരു നാട് കൂടിയാണിത്. ഇപ്പോൾ കുറേ ആളുകൾ ഈ ബിസിനസ് ഡ്രീം, കാരണം ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഒക്കെ ഒരു വലിയ കാലമാണ്. തീർച്ചയായിട്ടും വളരെ വലുതായിട്ടുണ്ടാകും. ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെ തുടങ്ങാൻ ഒരു ഐഡിയയും കുറച്ച് കാശുമായിട്ട് വരുന്നവരോട് എന്താണ് അവർ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം? ഒരു സ്റ്റാർട്ടപ്പ് ഇന്നിവിടെ പിന്നെ ഇവിടെ ഏത് ചെറിയ കിട സ്റ്റാർട്ടപ്പ് വരികയാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ആളുകളുണ്ട്. അപ്പോൾ ഐഡിയകൾ കൊണ്ടുവരേണ്ടത്, ഐഡിയ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചിന്തിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരിക, ഐഡിയകളായിട്ട് ദുബായിക്ക് കയറുക, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് ഇപ്പോൾ അധികം ആളുകൾ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ച് പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇവിടെ നല്ലത് തോന്നിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്, പെട്ടെന്ന് തന്നെ വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഐഡിയകളായിട്ട് എല്ലാവരും ദുബായിക്ക് കടന്നു വരാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഐഡിയകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, വിമാനം കയറിക്കോളുന്നതാണ്. അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു. ഇനി വരാൻ പോകുന്ന ആളുകളോട് പറയാനുള്ള അത് മാത്രമേ ഉള്ളൂ, വേഗം ദുബായിലേക്ക് വരിക, അവരുടെ ഐഡിയകൾ കൊണ്ടുവരിക, അവരുടെ പുതിയ സ്റ്റാർട്ടപ്പ് കൊണ്ടുവരിക. അത് പെട്ടെന്ന് ഉള്ള വളർച്ച പറഞ്ഞ പോലെ പെട്ടെന്ന് യൂസഫലി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ചിന്തിക്കാൻ മാത്രമുള്ള യൂസഫലി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ യൂസഫലിയുടെ ഒരു ആരാധിക്കുന്ന ഒരാൾ കൂടെയാണ്. കാരണം മൂപ്പര് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളും കൂടെ എപ്പോഴും ശ്രദ്ധിക്കും ഞാനത്. കാരണം ഒരു വളരെയധികം താഴ്ന്ന സ്ഥലത്താണ് അത്ര പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞ പോലെ പാസ്പോർട്ടും കൊണ്ടുവന്ന ആളുകളാണ്. ഇവിടെ വന്ന ആളുകളൊക്കെ അങ്ങനെ വന്ന ആളുകളാണല്ലോ. അപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ ഇവിടെ വന്നൊരു ബിസിനസ് ചെയ്യാന്ന് ഉദ്ദേശിച്ച് വന്നോന്നല്ലല്ലോ, ഇവിടെ വന്ന് ആ സാഹചര്യം അങ്ങനെ ആയി വന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും സാധ്യതകളുള്ള ഒരു മണ്ണാണ് ദുബായ്. അപ്പോൾ നിങ്ങളുടെ നല്ല ആശയങ്ങളുമായിട്ട് വരിക, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാൻ യുണീക്ക് വേൾഡ് ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. എനി ടൈം വരുന്ന ആളുകൾക്ക് നമ്മുടെ ഭാഗത്ത് യുണീക്ക് വേൾഡിൽ വരുന്ന ആളുകളെ സഹായിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ടും അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വേണ്ട ലൈസൻസ്, സ്പോൺസർ, വിസ, ഫാമിലി വിസ, അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അൽഹംദുലില്ലാഹ് അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. റെഡിയാണ്. നല്ല ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഐഡിയക്ക് നല്ലൊരു പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട് നേരെ വിമാനം കയറിക്കൊള്ളു. കാരണം വിമാനം ദുബായിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്, കേരളത്തിൽ നിന്നൊക്കെ വരാൻ. അപ്പോൾ അതുമായിട്ട് വരിക എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിൽ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഈ പരിപാടിയിൽ വളരെയധികം സന്തോഷം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് വന്നതിൽ, അതുപോലെ ഇതിന്റെ വളർച്ച നമ്മൾ പുറത്തുനിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും.